ശ്രീലെ നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്തേ പ്രശാന്ത്. ശ്രീലെ, നമ്മുടെ BJP-യുടെ ദേശീയ തലത്തിൽ ഒരു വലിയ പൊളിച്ചെഴുത്ത് പാർട്ടിക്കുള്ളിൽ നടന്നിരിക്കുകയാണ്. ഒരുപാട് പേരെ മാറ്റി പുതിയതായി ആൾക്കാർ കടന്നു വന്നു. കൂടുതലും ചെറുപ്പക്കാരാണ്, അല്ലെങ്കിൽ 50 വയസ്സിന് താഴെയുള്ളവരാണ്. അപ്പോൾ പാർട്ടിക്ക് ഒരു യുവത്വം കൊണ്ടുവരാൻ വേണ്ടി വലിയ ശ്രമം BJP നടത്തിയിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ കേരളത്തിനും ചില സ്ഥാനമാനങ്ങൾ കിട്ടി. കേരളത്തിൽ നിന്ന് 2 പേര് ദേശീയ സെക്രട്ടറി ആയിട്ടുണ്ട്. അത് ഒന്ന് നേരത്തെ അനിൽ ആന്റണി ദേശീയ സെക്രട്ടറി ആയിരുന്നു, അദ്ദേഹം ഇപ്പോഴും തുടരുന്നു. രണ്ടാമത്തത് നമ്മുടെ മുൻ സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. കെ സുരേന്ദ്രനെ ദേശീയ സെക്രട്ടറി ആക്കിയിരിക്കുകയാണ്. സത്യത്തിൽ കെ സുരേന്ദ്രൻ ഇതിനേക്കാൾ കൂടുതൽ അർഹിക്കുന്നില്ലേ? അദ്ദേഹത്തിനെ ഇങ്ങനെ ദേശീയ സെക്രട്ടറി ആക്കി പാർട്ടി ഒതുക്കിയിരിക്കുകയാണോ? അങ്ങനെയെങ്കിൽ എന്താണ് ഈ സുരേന്ദ്രനെ ഇങ്ങനെ ഒതുക്കുന്നതിന്റെ പിന്നിൽ ദേശീയ നേതൃത്വത്തിന്റെ താല്പര്യം എന്താണ്? ഇതേക്കുറിച്ച് ശ്രീലേക്ക് എന്താണ് പറയാനുള്ളത്? അതായത് കെ സുരേന്ദ്രനെ ഒതുക്കിയതാണോ എന്ന ചോദ്യത്തിന്, അങ്ങനെ ഒതുക്കിയതാണ് എന്ന നറേറ്റീവ് ഉണ്ടാക്കുന്നത് BJP-യിൽ നിന്ന് തന്നെയുള്ള ചിലരാണ്, ചില തൽപര കക്ഷികളാണെന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. യഥാർത്ഥത്തിൽ ആലോചിച്ചു നോക്കൂ പ്രശാന്തെ, ഇന്ത്യ ഒട്ടാകെയുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമാണ് BJP. BJP-ക്ക് 22ഓളം സംസ്ഥാനങ്ങളിൽ ഭരണമുണ്ട്. ഭരണമുള്ള 22ഓളം സംസ്ഥാനങ്ങൾ തന്നെയുണ്ട്. ആ 22ഓളം സംസ്ഥാനങ്ങളിൽ ഭരണമുള്ളപ്പോഴും കേരളത്തിൽ ഇന്ന് വരെ, കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിലാണ് 3 സീറ്റ് കിട്ടിയത്. അതിനു മുമ്പ് സുരേന്ദ്രന്റെ കാലത്ത് പാർലമെന്റിൽ ഒരാൾ വിജയിച്ചു. അതിനു മുമ്പ് O രാജഗോപാൽ നിയമസഭയിലേക്ക് എത്തി. കഴിഞ്ഞ കുറെ വർഷങ്ങൾ കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്ന രീതിയിൽ ഒരുപാട് കാലം ഒന്നും പ്രതീക്ഷിക്കാതെയാണ് കേരളത്തിൽ പല നേതാക്കന്മാരും BJP-യിലേക്ക് വരികയും, അതായത് അധികാരം കേന്ദ്രത്തിലെന്നല്ല ഒരിടത്തും സ്വപ്നം കാണാൻ കഴിയാത്ത സാഹചര്യത്തിൽ നിന്നാണ് കേരളത്തിൽ ഇത്രയും പൊരുതി ഇത്രത്തോളം ഇപ്പോ 3 സീറ്റിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ളത്. അപ്പോഴും ഒരു പഞ്ചായത്ത് മെമ്പറെ പോലും കിട്ടും എന്ന് സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു കാലത്തെന്നാണ്. മാത്രമല്ല പ്രശാന്ത്, ആലോചിച്ച് നോക്കൂ, ഇന്നും BJP ആണ് അല്ലെങ്കിൽ സംഘപരിവാർ ആണ് എന്ന് പുറത്തു പറയാൻ പോലും ഇപ്പോ പൊതുരംഗത്ത് നിന്ന് ഒരാൾ വരുന്നു, ഏതെങ്കിലും സിനിമാക്കാര് അല്ലെങ്കിൽ ഏതെങ്കിലും സാംസ്കാരിക നായകന്മാര്, അവര് അത്തരത്തിലുള്ള ആൾക്കാരെല്ലാം ഇടതുപക്ഷത്തിന്റെ കുത്തകയാണെന്നും, അല്ലെങ്കിൽ അത്തരത്തിലുള്ളവർ ആരെങ്കിലും BJP-യിലേക്ക് വന്നു പോയാൽ അവരെ ക്യാരക്ടർ അസാസിനേഷൻ ഉൾപ്പെടെ ചെയ്യുകയും അവരെ ഏറ്റവും മോശക്കാരായി ചിത്രീകരിക്കുകയും ചെയ്ത രീതി നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ ദിവസം അഖിൽമാരാരുടെ ഒരു ഇന്റർവ്യൂ കണ്ടു, ഹാഷ്മിയുമായിട്ടുള്ള ഒരു ഇന്റർവ്യൂ കണ്ടു അഖിൽമാരാരുടെ. സത്യത്തിൽ ആ ഇന്റർവ്യൂ കാണുന്ന ആള് പോലും ടോക്സിക്കായി, എന്താണ് ഇവരിങ്ങനെ ടോക്സിക്കായി പെരുമാറുന്നതെന്ന് തോന്നും. ഒരു ആങ്കറും ജിൻഡോ ജോൺ എന്ന് പറയുന്ന കോൺഗ്രസ്സുകാരനും ചേർന്ന് അഖിൽമാരാരെ ചോദ്യം ചെയ്യുകയാണ്. അയാളുടെ രാഷ്ട്രീയ നിലപാടുകളെ പറ്റിയാണ്. അയാൾ 2020-ൽ പോയതിനപ്പുറത്തേക്ക് അയാളെ BJP-യുടെ വക്താവാക്കി മാറ്റാനുള്ള ശ്രമം നടത്തുകയാണ്. അപ്പോ അയാൾ പറയുന്നു, ഞാൻ BJP-യുടെ വക്താവല്ല, ചില കാര്യങ്ങൾ പറയാനുള്ളത് ഞാൻ പറയും. സവർക്കറുടെ വിഷയം വരുമ്പോ അദ്ദേഹം സവർക്കറെ അനുകൂലിക്കുന്നു. അദ്ദേഹം ചില കാര്യങ്ങളിൽ അദ്ദേഹം ചരിത്രം വേറെ ഏതെങ്കിലും രീതിയിൽ ഉണ്ടാക്കാൻ കഴിയില്ല, പറയാവുന്നതേ പറയാൻ കഴിയുള്ളൂ എന്ന് നിലപാടെടുക്കുമ്പോ സംഘപരിവാറുകാരായാലും ഏതാണ്ട് മോശപ്പെട്ട അവസ്ഥയാണ് എന്ന് ഇന്നും കേരളത്തിൽ പറയുകയാണ്. ഇന്ത്യ ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന്റെ ഒരു ആൾക്ക് കേരളത്തിൽ ഇന്നും സ്വതന്ത്രമായ അഭിപ്രായം പറഞ്ഞ സിനിമയിൽ ഏതെങ്കിലും അഭിപ്രായം പറഞ്ഞാൽ സിനിമാക്കാരെ പിന്നെ ആരും വർക്കിന് വിളിക്കില്ല. ഏതെങ്കിലും കൃത്യമായ അഭിപ്രായം പറഞ്ഞാൽ അവരെ മോശക്കാരാക്കി ചിത്രീകരിക്കും. അയിത്തം കൽപ്പിച്ച് ഒറ്റപ്പെടുത്തി ദ്രോഹിക്കും. അതാണ്. പത്രപ്രവർത്തന രംഗത്ത് ഒരാൾക്ക് നിൽക്കാൻ കഴിയുമോ? സുജയ് പാർവതി, അടുത്ത കാലത്ത് സുജയ് പാർവതി സത്യത്തിൽ അതിന്റെ ആദർശം പേർന്ന ഒരാളെയല്ല. ഒരു സ്ക്രിപ്റ്റഡ് ഇതിന്റെ ഭാഗമായി സുജയ് പാർവതി കാട്ടിക്കൂട്ടിയ ചില പ്രകടനങ്ങൾ കണ്ടുകൊണ്ട് ചില ആൾക്കാരൊക്കെ സംഘപരിവാർ ആണെന്നും പറഞ്ഞെടുത്ത് തലയെ വെച്ചുകൊണ്ട് നടന്നു എന്നുള്ളതല്ലാതെ ഒരു കാലത്ത് സംഘപരിവാറിന്റെ ഏതെങ്കിലും ആശയത്തോടൊപ്പം സഞ്ചരിച്ച ഒരാളെയല്ല സുജയ് പാർവതി എന്ന് എനിക്ക് ഉൾപ്പെടെയുള്ളവർക്ക് അറിയാം, കാരണം ഞാൻ മാധ്യമ പ്രവർത്തകയാണ്. എന്നാൽ എനിക്ക് നേരിട്ട അതായത് കൃത്യമായി സംഘപരിവാർ അനുകൂലിയായിരുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് എനിക്ക് നേരിട്ട പ്രശ്നങ്ങൾ എനിക്കറിയാം. അത്തരം പ്രശ്നങ്ങളിൽ ഞാനല്ലാതെ എനിക്ക് തോന്നുന്നു വേറെ ആർക്കാണെങ്കിലും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത അത്രയേറെ പ്രശ്നങ്ങൾ ഒരു കാരണവും കൂടാതെ, എന്തെങ്കിലും കാരണമുള്ള കാര്യമാണേ വേണ്ടില്ല, ഏതൊക്കെ രീതിയിൽ ആക്രമിക്കാമോ ആ രീതിയിലെല്ലാം ആക്രമിക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് മനസ്സിലാക്കുന്നത് കേരളത്തിൽ ഇന്നും അത്തരം ഒരു അവസ്ഥയിലൂടെ കടന്നുപോയി രാഷ്ട്രീയ പ്രവർത്തനം നടത്തി ഇത്രയും കാലം സഞ്ചരിച്ചു എന്ന ഒരാളെന്ന രീതിയിൽ കെ സുരേന്ദ്രൻ ഇതിൽ കൂടുതൽ അർഹിക്കുന്നുണ്ട് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. അദ്ദേഹത്തിന് സത്യത്തിൽ ഇപ്പോ നമുക്കറിയാം, ചില ആൾക്കാരെ പെട്ടെന്ന് ചില ആൾക്കാരൊക്കെ വരുമ്പോൾ അവർക്ക് അനർഹമായ പരിഗണന കിട്ടുന്നത് കൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത്. ദേശീയ തലത്തിലോട്ട് ഒരാൾക്ക് അവരുടെ പ്രവർത്തന പരിധി കൂടുതൽ വൈഡൻ ചെയ്യുകയാണ് ചെയ്യുന്നത് സാധാരണഗതിയിൽ.
എങ്ങനെയാണ് കെ സുരേന്ദ്രനെ ഒതുക്കിയതാണ് ദേശീയ സെക്രട്ടറി എന്ന് പറയാൻ കഴിയുക? ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് അദ്ദേഹത്തിന് ചുമതല കിട്ടും. കേരളത്തിൽ നിന്ന് അകറ്റി നിർത്താനാണെന്ന വാദമാണ് വെക്കുന്നത്. അദ്ദേഹത്തിന് കേരളത്തിൽ മത്സരിക്കണമെങ്കിൽ മത്സരിക്കുകയും ചെയ്യാൻ അതിന് തടസ്സമൊന്നുമില്ല. അദ്ദേഹത്തിന് ഇപ്പോ പ്രവർത്തനം ചെയ്യണമെങ്കിൽ പ്രവർത്തിക്കുകയും ചെയ്യാം. അദ്ദേഹം എല്ലാ കാലത്തും ഇപ്പോ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് കിട്ടിയാൽ അവിടേക്ക് പൂർണ്ണമായും താമസം മാറുകയല്ലോ. ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന്റെ ചുമതല കിട്ടിയാൽ അദ്ദേഹം കേരളത്തിൽ തന്നെ ഉണ്ടാവും. കേരളത്തിൽ പ്രവർത്തനം അദ്ദേഹത്തിന് നടത്താം. ഏതെങ്കിലും സ്ഥലത്ത് കൂടുതൽ യാത്ര ചെയ്യേണ്ടി വരും, കൂടുതൽ കാര്യങ്ങൾ കോർഡിനേറ്റ് ചെയ്യേണ്ടി വരും, അത്രയും ഉള്ളൂ. അതിനപ്പുറത്തേക്കൊന്നും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. മാത്രമല്ല, ആലോചിച്ചു, 22 സംസ്ഥാനങ്ങളിൽ ഭരണമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് BJP. ഈ 22 സംസ്ഥാനങ്ങളിലും സംസ്ഥാന അധ്യക്ഷന്മാരുണ്ടാവില്ലേ, മുൻ സംസ്ഥാന അധ്യക്ഷന്മാർ? അപ്പോ ഒരു സംസ്ഥാന കമ്മിറ്റി പ്രഖ്യാപിക്കുമ്പോ അല്ലെങ്കിൽ ദേശീയ കമ്മിറ്റി പ്രഖ്യാപിക്കുമ്പോ കോൺഗ്രസ്സുകാരെ പോലെ 178 200 ജനറൽ സെക്രട്ടറിമാരെയും 250 സംസ്ഥാന സെക്രട്ടറിമാരെയും അല്ലെങ്കിൽ 250 ദേശീയ സെക്രട്ടറിമാരെയും ഒക്കെ പ്രഖ്യാപിക്കാൻ കഴിയുമോ? അതിനൊരു എത്ര പേരെ പ്രഖ്യാപിക്കണമെന്നതിനൊരു മാനദണ്ഡമില്ലേ? ആ മാനദണ്ഡം അനുസരിച്ച് തീർച്ചയായിട്ടും അതിനൊക്കെ പാർട്ടിയുടെ ഒരു ചട്ടക്കൂടുണ്ട്, അതിനകത്തേ നിൽക്കാൻ പറ്റുള്ളൂ. അതെ, ആ മാനദണ്ഡം അനുസരിച്ച് സുരേന്ദ്രൻ ഇപ്പോൾ ദേശീയ സെക്രട്ടറി ആയി കിട്ടിയത് തന്നെ അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം ഓരോ ദിവസം കഴിയുമ്പോഴും പാർട്ടി വളരുകയാണ്. പാർട്ടി വളരുന്നതനുസരിച്ച് ആൾക്കാർ കൂടുതലുണ്ടാവും. ഇവിടെ ശരിയാണ് ഒരു നിമിഷം, ശ്രീല പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നു. ദേശീയ സെക്രട്ടറി എന്ന് പറയുന്നത് ഒരു ചെറിയ പോസ്റ്റ് അല്ല, അതൊരു വലിയ പദവി തന്നെയാണ്. പ്രത്യേകിച്ചും BJP പോലൊരു പാർട്ടിയിൽ. ഇപ്പം ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു ചെറിയ പാർട്ടിയിലായിരുന്നെങ്കിൽ ശരി, ഒരു പ്രാദേശിക പാർട്ടിയിലായിരുന്നെങ്കിൽ ശരി, നമുക്കതിനെ പറയാം. ഇതങ്ങനെയല്ല. BJP പോലൊരു പാർട്ടിയിൽ തീർച്ചയായിട്ടും ദേശീയ സെക്രട്ടറി ആകുക, ഒരു സംസ്ഥാനത്തിന്റെ എങ്കിലും ചുമതല ലഭിക്കുക, അതിന്റെ പ്രഭാരിയൊക്കെ ആകുക എന്നൊക്കെ പറയുന്നത് വലിയ 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 ജോലി തന്നെയാണ്, വലിയ പദവിയും തന്നെയാണ്. പക്ഷെ എന്റെ സംശയം, ഇപ്പോൾ നമ്മുടെ ജോർജ് കുര്യൻ മന്ത്രിയായിരുന്നു, അദ്ദേഹം രാജ്യസഭ MP ആയിരുന്നു. അദ്ദേഹത്തിന്റെ കാലാവധി കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹം മന്ത്രിപദത്തിൽ നിന്ന് പുറത്തു പോവുകയും ചെയ്തു. നമ്മുടെ ഇപ്പോൾ നമുക്ക് കേന്ദ്രത്തിൽ ഒരു മന്ത്രി ഉള്ളത് തൃശ്ശൂരിൽ നിന്ന് ജയിച്ച നമ്മുടെ സുരേഷ് ഗോപി MP ആണ്. അദ്ദേഹം കേന്ദ്ര പെട്രോളിയം സഹമന്ത്രിയൊക്കെയാണ്. പക്ഷെ കേരളത്തിന് ഈ പറഞ്ഞതുപോലെ ഒരു രാജ്യസഭ, അതായത് ജോർജ് കുര്യൻ പോകുന്ന ആ ഒഴിവിൽ ഒരു രാജ്യസഭാ സീറ്റ് എവിടുന്നെങ്കിലും കേരളത്തിലെ ഒരു നേതാവിന് കൊടുക്കാം. അങ്ങനെ നോക്കുമ്പോൾ അതിന് സർവ്വതാ യോഗ്യനാണ് സുരേന്ദ്രൻ. ചെറുപ്പക്കാരനാണ്, വലിയ പ്രായമില്ല. അദ്ദേഹത്തിന് അങ്ങനെ ഒരു അവസരം കൊടുത്ത് അദ്ദേഹത്തെ രാജ്യസഭയിലേക്ക് കൊണ്ടുവന്ന് അദ്ദേഹത്തിനെ ഒരു കേന്ദ്ര സഹമന്ത്രിയെങ്കിലും ആക്കേണ്ടതല്ലേ എന്നൊരു ചോദ്യമുണ്ട്. അതിന് പാർട്ടിക്ക് പാർട്ടിയുടേതായ രീതികളുണ്ട്, പാർട്ടിക്ക് പാർട്ടിയുടേതായ ശ്രീല ചൂണ്ടിക്കാണിച്ചതുപോലെ മാനദണ്ഡങ്ങളുണ്ട്. എങ്കിലും ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് ഞാനിത് കുറച്ച് കണ്ടുകൊണ്ടല്ല പറയുന്നത്. തീർച്ചയായിട്ടും ഒരു മലയാളിയുടെ ആഗ്രഹം പങ്കുവെക്കുകയാണ്. നമ്മുടെ ഒരു മലയാളി കൂടി കേന്ദ്ര സഹമന്ത്രി ആകാനുള്ള ഒരു അവസരം അല്ലേ? ആ ഒരു അവസരം സുരേന്ദ്രന് സത്യത്തിൽ നഷ്ടപ്പെട്ടോ എന്നൊരു ആശങ്ക പോലും നമുക്കൊക്കെ ഉണ്ട്. എന്താണ് അതിനെക്കുറിച്ചുള്ള വിലയിരുത്തൽ? അത് നമുക്ക് ഇനി വരുന്ന ഘട്ടങ്ങളിലേ പറയാൻ കഴിയുള്ളൂ. ഏതായാലും ഇപ്പോ രാജ്യസഭാ MP ഇപ്പൊ തെരഞ്ഞെടുക്കുന്നില്ലല്ലോ. അതിന്റെ സമയമാകുമ്പോഴാണ് അത് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്താൻ നമുക്ക് കഴിയുള്ളൂ. ആലോചിച്ച് നോക്കും, നമ്മള് കേരളത്തിൽ നിന്ന് ഇപ്പോ 3 MLA കിട്ടിയത് ഒഴിച്ചാൽ, സുരേഷ് ഗോപി ജയിച്ചു, സുരേഷ് ഗോപിക്ക് അർഹമായ പരിഗണന കിട്ടിയത് ഒഴിച്ചാൽ, കേരളത്തിന് ഒരു രാജ്യസഭാ MP വേണം, അല്ലെങ്കിൽ മലയാളിയല്ലേ എന്ന് നമ്മൾ പറയുമ്പോൾ UP അപ്പൊ എത്ര MP UP എത്ര ഭാരവാഹികളും വേണം? അതൊന്ന് പറഞ്ഞേ. അപ്പോ അങ്ങനെ വലിയ 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 സീറ്റുകൾ പ്രദാനം ചെയ്യുന്ന, അല്ലെങ്കിൽ പാർലമെന്റിലേക്ക് അത്രയധികം സീറ്റുകൾ കിട്ടുന്ന പല സംസ്ഥാനങ്ങളും നിലനിൽക്കെ കേരളത്തിന് വലിയ പ്രാധാന്യം ലഭിക്കണമെന്ന് പറയുന്നതിന് നമുക്ക് ഒരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല. കേരളത്തിന് അർഹമായ പ്രാതിനിധ്യം ഇപ്പോൾ തന്നെ ലഭ്യമായിട്ടുണ്ട് എന്നാണ് എന്റെ പക്ഷം. കാരണം ആലോചിച്ചു, ജയിച്ച ഒരാളെ കേന്ദ്രമന്ത്രിയാക്കിയിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഭാരവാഹി പട്ടികയിൽ 2 പേർ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. ഇവിടെ എന്തുകൊണ്ട് സുരേന്ദ്രന്റെ പദവിയെ ചിലർ കാണിച്ചുകൊണ്ട് പറയുന്നു എന്നതിനും ഉത്തരം ഞാൻ പറയാം. അതായത് അനിൽ ആന്റണി ഒപ്പമുള്ളത് കൊണ്ടാണ്. ഇവർ പറയുന്നത് അനിൽ ആന്റണിക്ക് രാഷ്ട്രീയ പാരമ്പര്യമില്ല, അനിൽ ആന്റണിയും സുരേന്ദ്രനും തമ്മിൽ എങ്ങനെയാണ് താരതമ്യപ്പെടുക എന്നൊക്കെയാണല്ലോ. ഈ പല ഘടകങ്ങൾ, ഒരു തെരഞ്ഞെടുപ്പ് പോലെ തന്നെ, തെരഞ്ഞെടുപ്പിൽ നമ്മൾ സ്ഥാനാർത്ഥികളെ പരിഗണിക്കുന്നത് പോലെ തന്നെ പല ഘടകങ്ങളാണ് ദേശീയ ഭാരവാഹികളെ, സംസ്ഥാന ഭാരവാഹികളെയും ഒക്കെ പ്രഖ്യാപിക്കുമ്പോൾ ഉണ്ടാകുന്നത്. കേരളത്തിൽ നിർഭാഗ്യവശാൽ അത്തരത്തിലുള്ള ഘടകങ്ങളൊന്നും വർക്ക് ചെയ്യുന്നില്ല. ആകെ ഒരു SC മാത്രം ഒരു പ്രാധാന്യം കൊടുക്കുന്നത് ഒഴിച്ചാൽ, അതുപോലെ ക്രിസ്ത്യൻ വിഭാഗത്തിന് പ്രാധാന്യം കൊടുക്കുന്നുണ്ട് എന്ന തരത്തിൽ ചിലരെയൊക്കെ കൊണ്ടുവരുന്നു എന്ന് ഒഴിച്ചാൽ, അതിനൊക്കെ പ്രാധാന്യം, അല്ലെങ്കിൽ സ്ത്രീകളുടെ ഭാഗത്തു നിന്ന് ഇത്ര റെപ്രസെന്റേഷൻ അങ്ങനെയൊന്നും നോക്കുന്നില്ല എന്ന് തോന്നുന്നു. പക്ഷേ
കേന്ദ്ര ഇത് നോക്കുമ്പോൾ നല്ല സ്ഥാനങ്ങളിലേക്ക് എത്തുന്നുമില്ല. സ്ത്രീകളെ നല്ല സ്ഥാനങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നടത്തുന്നില്ല. അഥവാ എത്തിച്ചാൽ തന്നെ യാതൊരു കഴിവുമില്ലാത്തവരായിരിക്കും. ഇപ്പൊ നമ്മൾ ആലോചിച്ച് നോക്കൂ, ഇപ്പൊ വന്നിട്ടുള്ള കേന്ദ്ര ലിസ്റ്റിൽ ഏറ്റവും നല്ല പ്രകടനം കാഴ്ചവെക്കുന്ന സ്മൃതി ഇറാനി. ആലോചിച്ച് നോക്കൂ, സ്ത്രീകളുടെ ഭാഗത്തുനിന്നും ഏറ്റവും നല്ല രാഷ്ട്രീയ നേതാവ് ആക്കാൻ കഴിയുന്ന, അല്ലെങ്കിൽ സമൂഹത്തിൽ ഏറ്റവും നന്നായി ആർട്ടിക്കുലേറ്റ് ചെയ്യുന്ന, എല്ലാ വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കാൻ അറിയുന്ന കരുത്തുറ്റ സ്ത്രീ സാന്നിധ്യം. അപ്പൊ അങ്ങനെയുള്ള പലരും വരുന്നുണ്ട്. അപ്പോ അത് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇപ്പോ ബാക്കിയുള്ള സംസ്ഥാനങ്ങൾ, ഇപ്പോ അനിൽ ആന്റണിയെ നോക്കുമ്പോൾ, അനിൽ ആന്റണിയെ ഇപ്പോ അനൂപ് ആന്റണിയോ അല്ലെങ്കിൽ മറ്റുള്ളവരെ അറിയുന്നവരിൽ കൂടുതൽ, അതായത് ഏറ്റവും കൂടുതൽ കോൺഗ്രസിന് പ്രതിരോധം ഉയർത്താൻ, കോൺഗ്രസിനെ എന്നും പരിഹസിക്കാൻ പറ്റുന്ന, നിങ്ങളുടെ പ്രതിരോധ മന്ത്രിയായിരുന്ന, ഒരായുഷ്കാലം നിങ്ങളോടൊപ്പം നിൽക്കുന്ന, ഇപ്പോഴും കോൺഗ്രസിനൊപ്പം നിൽക്കുന്ന AK ആന്റണിയുടെ മകൻ, ഒന്ന്. രണ്ട്, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരാൾ, വളരെ പക്വതയോടുകൂടി വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുന്ന ഒരാൾ, സാധാരണ കോൺഗ്രസ്സുകാരെ പോലെയല്ല, ഒരു പ്രശ്നവും ഉണ്ടാക്കാത്ത, വളരെ അച്ചടക്കത്തോടെ പോകുന്ന ഒരാൾ, ഒരു ന്യൂനപക്ഷ, നല്ല രാജ്യസ്നേഹമുള്ള ആൾ, നല്ല അച്ചടക്കത്തോടു കൂടി പ്രവർത്തിക്കുന്ന ഒരാൾ, ഒരു ന്യൂനപക്ഷ മുഖം എന്ന രീതിയിൽ അദ്ദേഹത്തെ പരിഗണിക്കപ്പെടേണ്ട എന്നാണോ പറയുന്നത്? തീർച്ചയായിട്ടും അദ്ദേഹം ബി ജെ പിക്ക് ഒരു അസറ്റ് തന്നെയാണ്, ഒരു സംശയവും. തീർച്ചയായും പാരമ്പര്യമാണ്. ഈ കേരളത്തിലുള്ളവർ ഇപ്പൊ വാദിക്കുന്നുണ്ടല്ലോ, പാരമ്പര്യമാണ് നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് രാജീവ് ചന്ദ്രശേഖർ ഇപ്പോ കേരളത്തിലെ സംസ്ഥാന അധ്യക്ഷനാകുക? ഏത് പാരമ്പര്യത്തിന്റെ അടിസ്ഥാനത്തിലാണ്? ആദ്യമായി രാജ്യസഭയിൽ എത്തിയത് തന്നെ എങ്ങനെയാണെന്ന് നമുക്കറിയാമല്ലോ. അദ്ദേഹം രാജ്യസഭയിൽ എത്തിയത് അദ്ദേഹം ഏതെങ്കിലും ശാഖയിൽ പോയിട്ടോ, ഏതെങ്കിലും സംഘടനയുടെ ഭാഗമായിട്ടോ, അല്ലെങ്കിൽ ഏതെങ്കിലും BJPയുടെ ഭാഗമായിട്ടോ അല്ല അദ്ദേഹം ആദ്യം രാജ്യസഭയിൽ എത്തുന്നത് തന്നെ. അദ്ദേഹം ഒരു സ്വതന്ത്ര എം പി ആയിട്ടാണ് വരുന്നത്. അപ്പൊ പിന്നെ എങ്ങനെയാണ് ഈ പാരമ്പര്യം മാത്രം നോക്കി അതിനുശേഷം അദ്ദേഹത്തെ കേന്ദ്രമന്ത്രിയാക്കുന്നു, കേന്ദ്ര സഹമന്ത്രിയാക്കുന്നു? അതിനുശേഷമാണല്ലോ അദ്ദേഹം പിന്നീട് സംസ്ഥാന അധ്യക്ഷനായി വരുന്നു, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ വരുന്നു, സംസ്ഥാന അധ്യക്ഷനാകുന്നു എന്നുള്ളത് നമ്മൾ കണ്ട കാര്യമല്ലേ. അപ്പൊ പിന്നെ എങ്ങനെയാണ് അദ്ദേഹത്തിന് അനിൽ ആന്റണിയോടൊപ്പം ഇരുന്നത് കൊണ്ട് അത് സുരേന്ദ്രൻ എന്തോ കുറവായി പോകുമെന്ന് പറയുന്നത്? അത് കേരളത്തിലെ ഇപ്പോഴത്തെ സോകോൾഡ് രാഷ്ട്രീയ സാഹചര്യത്തിൽ സുരേന്ദ്രനും കൂട്ടരുമാണ് വലിയ കുഴപ്പമുണ്ടാക്കിയത്. സുരേന്ദ്രനും കൂട്ടരുമാണ് ഈ പ്രശ്നങ്ങൾക്ക് കാരണം. അതായത് ഇപ്പൊ ഉണ്ടായിട്ടുള്ള BJPയിൽ ബന്ധപ്പെട്ടിട്ടുണ്ടായിട്ടുള്ള, ഞാൻ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്, BJPയുമായി ബന്ധപ്പെട്ട് കള്ളമാണ്, തെരഞ്ഞെടുപ്പ് ഫണ്ടുമായി ബന്ധപ്പെട്ടുണ്ടായ വിവാദങ്ങൾ തട്ടിപ്പാണ്, സുരേന്ദ്രനും കൂട്ടരും ഉണ്ടാക്കിയ ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് സുരേന്ദ്രനെ കേരളത്തിൽ നിന്ന് പ്രവർത്തന പരിധി മാറ്റി കേന്ദ്രത്തിലേക്ക് എടുത്തു. ആ കേന്ദ്രത്തിലേക്ക് എടുത്തത് കൊണ്ട് സുരേന്ദ്രനാണ് ഇതെല്ലാം ചെയ്തത് എന്ന് വരുത്തി തീർക്കാനുള്ള ഒരു നറേറ്റീവ് സൃഷ്ടിക്കാനുള്ള സംശയമുണ്ട്. കാരണം സുരേന്ദ്രനോടൊപ്പം നിൽക്കുന്ന ആൾക്കാരെയൊക്കെ കഴിഞ്ഞ ദിവസം ഒരു ഇലക്ട്രീഷ്യനെ പുറത്താക്കി, ഇനി 2-3 പേരെ ഉണ്ടെന്ന് പറയുന്നു. ഇലക്ട്രീഷ്യന്റെ കയ്യിലാണ് സംസ്ഥാന കമ്മിറ്റി ഓഫീസിന്റെ, അല്ലെങ്കിൽ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പിന്റെ വരവും ചെലവും കണക്കുകളും ഒക്കെ ഉള്ളതെങ്കിൽ, അവിടുത്തെ BJPയുടെ സ്റ്റേറ്റ് ഓഫീസ് കൈകാര്യം ചെയ്യുന്ന, സ്റ്റേറ്റ് ഓഫീസിന്റെ ചുമതലയുള്ള, തെരഞ്ഞെടുപ്പ് കൈകാര്യം ചെയ്തിരുന്ന അഞ്ജന, അതുപോലെ സംഘടനാ ചുമതലയുള്ള സുരേഷ്, അവരെയൊക്കെയല്ലേ, അവരുടെയൊക്കെ കഴിവുകേടും പിടിപ്പുകേടും കൊണ്ടല്ലേ ഒരു ഇലക്ട്രീഷ്യന്റെ കയ്യിലേക്ക് രേഖ പോയത്? സ്റ്റേറ്റ് ഓഫീസ് സെക്രട്ടറി ഉണ്ട്. ഞാൻ ചോദിക്കുന്ന ഈ ഫയലൊക്കെ കൈകാര്യം ചെയ്യുന്ന ഇലക്ട്രീഷ്യനാണോ? അല്ലല്ലോ. അപ്പൊ ബാലിശമായ ആരോപണങ്ങൾ ഉന്നയിച്ച് ബാലിശമായ നരേറ്റീവുകൾ സൃഷ്ടിച്ചുകൊണ്ട് ഈ എന്താ പറയാ, വളരെ ദുർബലമായ ഒരു പ്രതിരോധം ഉയർത്തുകയാണ്. സത്യത്തിന് നേരെ കണ്ണടച്ചിട്ട് കാര്യമില്ല എന്ന് BJP നേതാക്കൾ ഇനിയെങ്കിലും മനസ്സിലാക്കട്ടെ. പറഞ്ഞോളൂ. തീർച്ചയായും സുരേന്ദ്രൻ ഒരു ദേശീയ നേതാവ് ഉയർന്നില്ലേ? സുരേന്ദ്രൻ ദേശീയ സെക്രട്ടറി ആവുന്നത് അത് BJPയുടെ ദേശീയ സെക്രട്ടറി ആവുന്ന വെച്ചാൽ ചില്ലറ കാര്യമാണോ? അദ്ദേഹം ഒരു ദേശീയ നേതാവായി ഉയർന്നിരിക്കുന്നു എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ പ്രവർത്തന പരിധി കൂടുതൽ വിശാലമാകുന്നു. അദ്ദേഹം കൂടുതൽ കാര്യങ്ങൾ, ഇനി അദ്ദേഹത്തിന് ചെറുപ്പക്കാരനാണല്ലോ, വലിയ പ്രായമുള്ള ആളല്ലല്ലോ, ഒരു 55 വയസ്സ് കാണും. ഇനി മുമ്പോട്ട് പോകുമ്പോൾ അദ്ദേഹത്തിന് ഇനി വലിയ വലിയ സ്ഥാനങ്ങൾ കിട്ടും, ഒരു സംശയം വേണ്ട. എന്തിനാണ് അങ്ങനെ നറേറ്റീവ് ഉണ്ടാക്കുന്നത്? അദ്ദേഹത്തെ ഒതുക്കിയതാണ്. എല്ലാ മാധ്യമപ്രവർത്തകരടക്കം ഉണ്ടാക്കുന്ന നറേറ്റീവുകളാണ്. ഈ മാധ്യമപ്രവർത്തകരോടൊക്കെ പറഞ്ഞു കൊടുക്കുന്നത് ഇത്തരത്തിലുള്ള ആൾക്കാരായിരിക്കുമല്ലോ. സുരേന്ദ്രനെ അങ്ങ് ഒതുക്കിയതാണ്, സുരേന്ദ്രന് ഒരു സ്ഥാനവും കിട്ടാതെ ഒതുക്കിയതാണ്. കേരളത്തിൽ നാട് കടത്തുന്നുണ്ടോ സുരേന്ദ്രനെ? കേരളത്തിൽ നിൽക്കാൻ പറ്റില്ല എന്ന് പറയാൻ? വല്ലപ്പോഴും എപ്പോഴെങ്കിലും പരിപാടി ഉള്ളപ്പോഴും കമ്മിറ്റികൾക്ക് പങ്കെടുക്കണം, ഏതെങ്കിലും ഒരു സംസ്ഥാനത്തിന് ചുമതല ഉണ്ടെങ്കിൽ സംസ്ഥാനത്തെ പ്രോഗ്രാമിൽ പങ്കെടുക്കണം, അത്രയൊക്കെയല്ലേ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ ദേശീയ ഓർഗനൈസിംഗ് സെക്രട്ടറി BL സന്തോഷിനെ നാട് കടത്തിയതാണോ? അല്ലല്ലോ. അതെ. ഇതിൽ നിന്ന് നറേറ്റീവുകൾ ഉണ്ടാക്കുകയാണ് എന്നാണ് എനിക്ക് മനസ്സിലാകുന്നത്. സുരേന്ദ്രന് നല്ല പൊസിഷനിൽ തന്നെയാണ് ഇപ്പൊ എത്തിച്ചേർന്നിട്ടുള്ളത്. ഇനിയും അദ്ദേഹത്തിന് വരും കാലങ്ങളിൽ പൊസിഷൻ കിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. കാരണം
പ്രവർത്തിക്കാൻ കഴിവുള്ള, രാഷ്ട്രീയം പറയാൻ അറിയുന്ന ഒരു നേതാവാണ്. നഷ്ടം കേരളത്തിനാണ്. സുരേന്ദ്രനെ ഇപ്പോ ദേശീയ സെക്രട്ടറി ആയതുകൊണ്ട് ഇനി കേരള വിഷയങ്ങളിൽ സുരേന്ദ്രൻ ഒരു പത്രസമ്മേളനം നടത്താൻ കഴിയില്ല. ആലോചിച്ച് നോക്കൂ, ഒരു രാഷ്ട്രീയപരമായ ഒരു വിഷയത്തിൽ രാഷ്ട്രീയ പ്രതിരോധം തീർക്കണമെങ്കിൽ എങ്ങനെയാണ് ഒരു പത്രസമ്മേളനം കേരളത്തിൽ ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ ഇന്നത്തെ ഈ നേതാക്കന്മാർക്ക് ആർക്കാണ് അത്തരം ഒരു പത്രസമ്മേളനമെങ്കിലും നടത്താൻ കപ്പാസിറ്റി ഉള്ളത്? പ്രശാന്ത് ഒന്ന് പറഞ്ഞേ. തീർച്ചയായിട്ടും സുരേന്ദ്രനെ അല്ലാതെ മറ്റൊരു പേര് അവിടെ നമുക്ക് ഒന്നാമതായിട്ട് പറയാനില്ല എന്നുള്ളത് വാസ്തവമാണ്. വ്യാജ സുരേന്ദ്രനോട് ഉയർന്നു നിന്നപ്പോ വ്യാജ വോട്ടർ പട്ടികയിൽ 1 ലക്ഷത്തോളം പേരെ വ്യാജന്മാരായി ചേർത്തു എന്ന ആരോപണം ഉയർന്നു നിന്നപ്പോൾ സുരേന്ദ്രന്റെ ഒറ്റ വാക്കിലാണ് ആ വിഷയങ്ങൾ അവിടെ അവസാനിച്ചത്. അതെ അതെ റവന്യൂ വകുപ്പ് പഠിക്കുന്നവർ ആലോചിച്ചു, തൃശ്ശൂരിലെ സുരേന്ദ്രന്റെ പ്രസംഗത്തിലാണ് ഒറ്റ കാര്യം അവസാനിച്ചത്. അതായത് വളരെ ഡിപ്ലോമാറ്റിക് ആയിട്ട്, കറക്റ്റ് ആയിട്ട്, കൃത്യമായിട്ട് മർമ്മം അറിഞ്ഞ് സംസാരിക്കാൻ അറിയുന്ന രാഷ്ട്രീയ നേതാവിനെ പത്രസമ്മേളനങ്ങളിലും അല്ലെങ്കിൽ ഒരു വിഷയത്തിൽ നറേറ്റീവ് ക്രിയേറ്റ് ചെയ്യാനും ഏതെങ്കിലും നറേറ്റീവുകൾ ഉണ്ടെങ്കിൽ അത് പൊളിച്ചെടുക്കാനും കഴിയുള്ളൂ. നിർഭാഗ്യവശാൽ കേരളത്തിൽ ഇന്ന് അങ്ങനെ ഒരു നേതാവില്ല. ഇനി ഒരു വാർത്താ സമ്മേളനം നടത്തണമെങ്കിൽ ഈ അടുത്ത കാലത്തൊക്കെ സുരേന്ദ്രനാ വാർത്താ സമ്മേളനം നടന്നുകൊണ്ടിരുന്നത്. എന്തെങ്കിലും ചുമ്മാതെ ചപ്പും ചവറും കാര്യങ്ങൾ പറയാനും വെറുതെ മൈക്കിന്റെ മുന്നിൽ വന്ന് വെല്ലുവിളി നടത്താനും ഒക്കെ ഈ മറ്റുള്ള നേതാക്കന്മാർക്കൊക്കെ കഴിയുള്ളൂ. ഇപ്പൊ രാജീവ് ചന്ദ്രശേഖർ ആണെങ്കിൽ തന്നെ അദ്ദേഹത്തിന് ഇത്തരം വിഷയങ്ങൾ, രാഷ്ട്രീയ വിഷയങ്ങൾ അഭിപ്രായം പറയാൻ അദ്ദേഹം എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പറയുമെന്നതിനപ്പുറത്തേക്ക് രാഷ്ട്രീയ വിഷയങ്ങൾ കൃത്യമായ പ്രതിരോധം തീർക്കാൻ കേരളത്തിലെ രാഷ്ട്രീയ വിഷയങ്ങളെ കുറിച്ച് അദ്ദേഹത്തിന് അറിയുന്നുണ്ടാവില്ല. അവിടെയാണ് സുരേന്ദ്രനെ പോലുള്ളവരുടെ പ്രസക്തി. തീർച്ചയായിട്ടും സുരേന്ദ്രൻ ഒരു മികച്ച നേതാവാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷെ ഈ പറഞ്ഞതുപോലെ സുരേന്ദ്രനെ ഒതുക്കേണ്ടത് ആരുടെയൊക്കെയോ ആവശ്യമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് പ്രശാന്തേ, സുരേന്ദ്രൻ സംസ്ഥാന അധ്യക്ഷനായിരുന്നപ്പോ ഉണ്ടായ പ്രശ്നങ്ങളുടെ 100 ഇരട്ടി പ്രശ്നം കഴിഞ്ഞ ഈ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. ഈ കിട്ടിയ സീറ്റ് വെച്ചും വോട്ടിംഗ് പെർസെന്റേജിന്റെ കാര്യത്തിൽ കുറവുണ്ടായിട്ടുണ്ട്. നേരെ മറിച്ച് സുരേന്ദ്രന്റെ കാലത്താണ് 1% വോട്ടിംഗ് പെർസെന്റേജിൽ കുറവുണ്ടായിരുന്നുവെങ്കിൽ കേരളത്തിലെ മാധ്യമങ്ങൾ അടക്കമുള്ളവർ മൗനം പാലിക്കുമായിരുന്നു. കേരളത്തിലെ മാധ്യമങ്ങളെല്ലാം ഇന്ന് BJPയോട് ഒരു സോഫ്റ്റ് കോർണർ കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ചില മാധ്യമങ്ങൾ, സുരേന്ദ്രനെ ആക്രമിച്ച മാധ്യമങ്ങൾ ഇന്ന് മിണ്ടുന്നില്ല. ഇത്രയധികം വിഷയം സുരേന്ദ്രനെ ഏത് നേരവും സുരേന്ദ്രനെ ആക്രമിച്ചുകൊണ്ടിരുന്ന ചില മാധ്യമങ്ങൾ, ആ മാധ്യമങ്ങൾ എന്തുകൊണ്ട് സുരേന്ദ്രനെ ആക്രമിച്ചു എന്ന് സുരേന്ദ്രനാണ് പറയേണ്ടത്. അതിന്റെ പിന്നിൽ എന്തെങ്കിലും ഉണ്ടോ എന്ന് സുരേന്ദ്രൻ വ്യക്തമാക്കണം. സുരേന്ദ്രനോട് മാത്രം വ്യക്തിവൈരാഗ്യം തോന്നാൻ ചില മാധ്യമങ്ങൾ നിരന്തരം കഥകൾ പ്രചരിപ്പിച്ചു. ഇന്ന് ആ മാധ്യമങ്ങൾ തൊട്ടും തലോടിയുമാണ് BJPക്കെതിരെയുള്ള വാർത്ത ചെയ്യുന്നത്. എന്തുകൊണ്ടാണ് അങ്ങനെ മാധ്യമങ്ങൾ പ്രവർത്തിക്കുന്നത്? അപ്പൊ സുരേന്ദ്രനെ മോശക്കാരനാക്കാനും സുരേന്ദ്രന്റെ കാലഘട്ടം വലിയ കുഴപ്പമുണ്ടായിരുന്ന കാലഘട്ടമാണെന്ന് വരുത്തി തീർക്കാനുമുള്ള ശ്രമങ്ങളുണ്ടായി. സുരേന്ദ്രന്റെ ഭാഗത്തുനിന്ന് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു സുരേന്ദ്രന്റെ ഒപ്പം നിന്നവർ അല്ലെങ്കിൽ സുരേന്ദ്രന്റെ ചുറ്റും, ആ സംസ്ഥാന അധ്യക്ഷനായിരുന്നപ്പോൾ സുരേന്ദ്രന്റെ ചുറ്റും കൂടിയിരുന്നവർ ഒക്കെ പലതരത്തിൽ ജനങ്ങളെ വെറുപ്പിച്ചു. സുരേന്ദ്രൻ ഒരു പക്ഷേ അത് അറിഞ്ഞിട്ടുണ്ടോ അറിഞ്ഞിട്ടില്ലയോ നമുക്കറിയില്ല. പക്ഷെ എന്തായാലും വലിയ വീഴ്ചകൾ ആ കാലഘട്ടത്തിൽ അത്തരത്തിലുള്ള ചില കാര്യങ്ങളിൽ, അതായത് അത് ഈഗോ ക്ലാഷസും മറ്റുള്ള പ്രശ്നങ്ങളുമായിരുന്നു. അല്ലാതെ സംഘടനാപരമായി വലിയ നാശമൊന്നും ആ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടില്ല. വോട്ടിംഗ് പെർസെന്റേജ് കൂടിയിട്ടേ ഉള്ളൂ. ഇന്നത്തെ അവസ്ഥ വെച്ച് നോക്കുകയാണെങ്കിൽ 3 സീറ്റ് കിട്ടി, കോർപ്പറേഷൻ പിടിച്ചു എന്നൊക്കെ ഉള്ളത് കൊണ്ട് യാതൊരു കാര്യവുമില്ല. 11% വോട്ട് മാറിയിരിക്കുന്നു. വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബാക്കിയുള്ള കാര്യങ്ങൾ നമുക്ക് കാണാൻ കഴിയും. വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ അത് പൂർണ്ണമാകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഈ അവസ്ഥയിൽ BJP മുന്നോട്ട് പോയാൽ വരുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പ് ഒരു വലിയ പാഠം പഠിക്കുന്നതിനുള്ള മുന്നോടിയായിരിക്കും എന്നുള്ളതാണ് വലിയ തിരിച്ചടിയാണ് BJPയെ കാത്തിരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കും ഈ പൊതുവെ രാഷ്ട്രീയം വിശകലനം ചെയ്യുമ്പോൾ, വിലയിരുത്തുമ്പോൾ നമുക്ക് തോന്നുന്നത് BJPയുടെ രാഷ്ട്രീയമായ ഇടപെടലുകൾ കണ്ടമാനം കുറഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്കിടയിൽ BJPക്ക് ഒരു തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ജനങ്ങളെ അഭിമുഖീകരിക്കാൻ വലിയ ബുദ്ധിമുട്ട് നേരിടും. കാരണം അവർ ചോദിക്കും, നിങ്ങൾ അന്ന് എവിടെയായിരുന്നു? അന്ന് ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായപ്പോൾ നിങ്ങളെ കണ്ടില്ലല്ലോ, നിങ്ങൾ അന്ന് ഈ വിഷയത്തിൽ ഇടപെട്ടില്ലല്ലോ എന്നൊക്കെയുള്ള ചോദ്യങ്ങൾ വരും. മാത്രമല്ല, ജനം ഇതൊന്നും അത്ര പെട്ടെന്ന് മറക്കില്ല. നമ്മളെ പാർലമെന്ററി പൊളിറ്റിക്സിലുള്ള ഒരു വലിയ ഗുണം അതാണ്. കേരളത്തിൽ പ്രത്യേകിച്ചും ജനങ്ങൾ അതൊന്നും പെട്ടെന്ന് മറക്കില്ല. അവർ ഇതെല്ലാം വച്ചിരുന്ന് എന്താ പറയാ, ഒരുതരം പകയോടുകൂടി തെരഞ്ഞെടുപ്പിലാണ് അവരിത് വിനിയോഗിക്കുന്നത്. അതിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പ്. അതുകൊണ്ടാണ് കേവലം 26 സീറ്റുകളിൽ പിണറായി വിജയന്റെ പാർട്ടി ഒതുങ്ങിയത്. അത് നമ്മൾ മനസ്സിലാക്കണം. അത് BJPയുടെ നേതൃത്വം അത് തിരിച്ചറിയേണ്ടതാണ്. എന്തായാലും BJP ഇപ്പോൾ കാണിക്കുന്ന PR പോലെ തന്നെ
വലിയ തുക കൊടുത്തുകൊണ്ട് പിണറായി വിജയനും കൂട്ടരും PR നടത്തി മുന്നോട്ട് പോയതാണ്. എന്നാൽ പിണറായി പക്ഷെ വിജയന്റെ അതിനൊരു ജനദ്രോഹ നയങ്ങൾ ജനങ്ങൾക്ക് മനസ്സിലായി. പിണറായി വിജയന്റെ ഓരോ കാര്യങ്ങൾ പുറത്തു വരുന്നില്ലേ? മകനും എല്ലാവരും തന്നെ പ്രതിസന്ധിയുടെ നിഴലിലായില്ലേ? ഇപ്പൊ നമുക്ക് മനസ്സിലാക്കാൻ അതെ അതെ സാധിക്കുന്നില്ല എന്തായിരുന്നു ചെയ്തതെന്ന്. ജനങ്ങൾ അത് അല്ല തിരിച്ചറിഞ്ഞു പാർട്ടി തുടങ്ങി. അത് സഖാക്കൾ അതായത് ആലോചിച്ച് നോക്കൂ, ധർമ്മടത്ത് 3-4 റൗണ്ട് പിന്നിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ആറ് എത്രമാത്രം അത് റൗണ്ട് പഠിപ്പിച്ചു. 6 റൗണ്ട് പിന്നോക്കം പോകാന്ന് വെച്ചാൽ എത്രമാത്രം പിണറായി വിജയന് അത് പഠിപ്പിച്ചു കൊടുത്തു എന്നുള്ളത് പ്രധാനമാണ്. അതുപോലെ തന്നെയാണ് എല്ലാ അതെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും നേതാക്കന്മാർ ജനങ്ങളോട് പെരുമാറുന്ന രീതിയും നേതാക്കന്മാർ പ്രശ്നങ്ങളിൽ ഇടപെടുന്ന രീതിയും ഒരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ അല്ലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ അത് ഡീൽ ചെയ്യുന്ന കാര്യവും ഒക്കെ വളരെ പരമപ്രധാനമാണ്. ഞങ്ങൾ ഭയങ്കര സംഭവങ്ങളാണ്, ഞങ്ങളെ ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല, അല്ലെങ്കിൽ ഞങ്ങളെ പോലെ ഉള്ള ആൾക്കാരില്ല എന്ന് തരത്തിൽ നടക്കുന്നത് അത് രാഷ്ട്രീയത്തിൽ ഭൂഷണമല്ല. അത് ജനങ്ങൾ പഠിപ്പിക്കുന്ന കാലം തന്നെ ഉണ്ടാവുമെന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. എന്തായാലും സുരേന്ദ്രന് എല്ലാവിധ ആശംസകളും. അദ്ദേഹം ദേശീയ സെക്രട്ടറി പദത്തിൽ വലിയ പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് കഴിയട്ടെ. അദ്ദേഹത്തിന് എല്ലാവിധ വിജയവും ഉണ്ടാകട്ടെ എന്ന് ആഗ്രഹിക്കുന്നു, അനുമോദിക്കുന്നു, ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.